Hello everyone, welcome back to ShIbla'S kitchen. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫലൂദ റെസിപ്പിയാണ്. ഒരു റോയൽ ഫലൂദ സിമ്പിൾ ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആണിത്. അപ്പം വിരുന്നുകാരൊക്കെ വരുമ്പം കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫലൂദ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫലൂദ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണേ. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫലൂദ തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം ജെല്ലിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ജെല്ലി നമുക്ക് ഇതുപോലെ ജെല്ലി ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതെല്ലാ ഷോപ്പിലും ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഗ്രോസറി ഷോപ്പിലും എല്ലാം അവൈലബിൾ ആണ്. കുറേ ഫ്ലേവറിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇത് സ്ട്രോബെറി ഫ്ലേവറിലുള്ളതാണ്. അത് ഞാൻ ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണിലോട്ട് നേരെ ഡബിൾ എടുത്താൽ മതി. അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഒട്ടും തരികളൊന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ ജെല്ലിയാക്കി എടുക്കുക. ഇതേ സംഭവം തന്നെ ഞാൻ ഗ്രീൻ കളറിലും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. 2 ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിലോട്ട് 2 ടീസ്പൂണ് കസ്കസ് സബ്ജ സീഡ്സ് ചേർത്ത് കൊടുക്കുക. അതിലോട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഗുഡ് ലൈഫാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എവാപ്പറേറ്റഡ് മിൽക്ക് കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സാധാ മിൽക്ക് എടുത്താലും മതി. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, ഫ്ലെയിം ഓൺ ചെയ്യാണ്ടാണുള്ളത്. ഇതിലോട്ട് ഞാൻ ഒരു 1.5 ടീസ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പാണ് കേട്ടോ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കേണ്ടത്. കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും ലംസ് ഇല്ലാണ്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പഞ്ചസാരൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഇതിലോട്ട് ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറേ മധുരം വേണ്ട. ഒരു സാധാരണ മധുരം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. നല്ലതുപോലെ കോൺഫ്ലവറും മിൽക്കും കൂടി മിക്സ് ചെയ്തതിന് ശേഷം വേണം ഫ്ലെയിം ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതുപോലെ തവിയിട്ട് ഇളക്കിയിട്ട് നല്ലതുപോലെ കുറുക്കിയെടുക്കണം. ഈ ഒരു പരിവാണ് കേട്ടോ ആവുന്നത്. അപ്പം നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും നമുക്ക് നമ്മുടെ ഫലൂദ കുടിക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫലൂദ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് വെള്ളം തിളക്കുമ്പോൾ അതിലോട്ട് 1/2 കപ്പ് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സേമിയ മധുരിക്കാൻ ആവശ്യമായിട്ട് ഒരു 3 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് സേമിയ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുമ്പോൾ സേമിയ നന്നായിട്ട് കുക്കായിട്ട് കെട്ടിക്കോളും. 5 മിനിറ്റിന് ശേഷം ഒരു അരിപ്പയിലോട്ട് അരിച്ചെടുത്താൽ മതി. അരിപ്പയിലോട്ട് ഇട്ടിട്ട് കുറച്ച് പച്ചവെള്ളം അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് തണുക്കാനായിട്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെച്ചിട്ടുണ്ടായിരുന്ന ജെല്ലി പുറത്തെടുക്കുക. ജെല്ലി പുറത്തെടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 കളറിലുള്ളത് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പിങ്കും പിന്നെ ഗ്രീനും, പിസ്ത ഫ്ലേവറിലുള്ളതും അതുപോലെ തന്നെ സ്ട്രോബെറി ഫ്ലേവറിലുള്ളതും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രഷ് ഫ്രൂട്ട്സും എടുക്കാവുന്നതാണ്, ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് നല്ലൊരു ഗ്ലാസ് എടുക്കാം. നല്ല നീളത്തിലുള്ളൊരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. റോസ് സിറപ്പോ അല്ലെങ്കിൽ റോ അബ്സയോ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ജെല്ലി ഇട്ട് കൊടുക്കുക. 2 കളറിലുള്ള ജെല്ലിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കുക. ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ പിന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിൽക്കാണ്. അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും സെയിം പ്രൊസീജിയർ തന്നെ തുടരുക കേട്ടോ. മിൽക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ജെല്ലി അതുപോലെ തന്നെ കസ്കസ് സേമിയ ഒക്കെ ഇട്ടതിന് ശേഷം ഐസ്ക്രീമും കൂടി ഒരു സ്കൂപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് വീണ്ടും മിൽക്ക് ഒഴിക്കുക. വീണ്ടും അതേ പ്രൊസീജിയർ തന്നെ തുടരുക.
എന്നിട്ട് ലാസ്റ്റ് ഫൈനൽ ഡെക്കറേഷൻ ചെയ്യുക. ഫൈനൽ ഡെക്കറേഷൻ ചെയ്യുന്നത് ഞാൻ കുറച്ച് ഐസ്ക്രീം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്ട്രോബെറി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുകളിലായിട്ട് റോസ് സിറപ്പ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു സ്ട്രോബെറിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിഡിലൻ ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ചൂടുകാലത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് അല്ലെങ്കിൽ ഒരു ഡെസേർട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻ്റായിട്ട് അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ, മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.